വീണ്ടും നമ്മളുടെ ജില്ലകളിൽ നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിപ്പ വൈറസ് നമുക്കുണ്ടാകുന്നത്? ഏതിലൂടെയാണ് പകരുന്നത്? നമ്മൾക്ക് ചിക്കൻ കഴിക്കുന്നതിലൂടെയോ മുട്ട കഴിക്കുന്നതിലൂടെയോ പാല് കുടിക്കുന്നതിലൂടെയോ അല്ല നമുക്ക് നിപ്പ വൈറസ് പടരുന്നത്. എങ്ങനെയാണ് നിപ്പ വൈറസ് സ്ഥിരീകരിക്കുന്നത് നോക്കാം. ഇപ്പോൾ കൂടുതലെല്ലാം മഴയാണല്ലോ. ഈ ചൂടെല്ലാം മാറി കൂടുതൽ മഴ പെയ്ത് അന്തരീക്ഷത്തിൽ മോയ്സ്ചറൈസ് വരുമ്പോഴാണ് നിപ്പ വരുന്നത്. ഈ നിപ്പ വൈറസ് എങ്ങനെയാണ് പകരുന്നത്? 5 രീതിയിലാണ് നിപ്പ വൈറസ് പകരുന്നത്. അത് നമുക്ക് കണ്ടു നോക്കാം. അതായത് വവ്വാൽ കടിച്ചിട്ടുള്ള പഴങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നിപ്പ വൈറസ് വരാം. അതുപോലെ തന്നെ നമ്മൾ ഏതൊക്കെ പഴങ്ങളാണ് നമ്മൾ കഴിക്കാതിരിക്കുന്നത്? നമ്മൾ അത്യാവശ്യമായിട്ട് കഴിക്കുന്ന പഴങ്ങളിലാണ് അത് കണ്ടുവരുന്നത്. സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് ചാമ്പയ്ക്ക, പേരയ്ക്ക, മാങ്ങ ഇതെല്ലാമാണ്. ഇനി ഏത് ഫ്രൂട്ട്സ് ആയാലും നമ്മൾ സാധാരണ കഴിച്ച ഒരു ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാതിരിക്കുക. കടിച്ചതാണെന്ന് ഉറപ്പ് വരുത്തിയാൽ ഉടനെ നമ്മളത് വീണ്ടും കഴിക്കാണ്ടിരിക്കും. ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഇവർ കടിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഫ്ലൂറസ് കെമിക്കലുണ്ട്. അത് കൂടുതൽ വൈറസ് പെരുകാനിടയാകും. ഈ ഒരു വവ്വാല് ഫ്രൂട്ട്സിൻ്റെ പുറത്തെല്ലാം അവരുടെ ജലം വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നോർമലി നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അത് പോകും. ഒരു പക്ഷേ നമുക്ക് കടിച്ചിട്ടാണ് അവരുടെ ആ ഒരു ഫ്ലൂറൻസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ആദ്യമേ ഇവർ കഴിച്ച പഴങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കഴിക്കാതിരിക്കുക. രണ്ടാമതായിട്ട് ഇതൊരു വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ അതുപോലെയാണ് വരുന്നത്. അതായത് ജലദോഷം, ചുമ ഇങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ നമ്മൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടം വരെ നമ്മൾ പോകാതിരിക്കുകയാണ് നല്ലത്. അഥവാ നമ്മൾക്ക് അവിടം പോകേണ്ടി വന്നാൽ അവിടെ നമ്മൾ കർച്ചീഫ് യൂസ് ചെയ്യാൻ പറയുക. അതുപോലെ തന്നെ തുമ്മലുണ്ടാകുമ്പോൾ നമ്മൾ ആ ഒരു ഡ്രോപ്പ് വഴി നമുക്ക് അത് സ്പ്രെഡ് ചെയ്യാം. അതുകൊണ്ട് പൂർണ്ണമായും മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ കഴിവതും നമ്മൾ അവരുമായിട്ട് ഇടപഴകാതിരിക്കുക. കാരണം അത് 1 മീറ്റർ മുതൽ 2 മീറ്റർ വരേക്ക് ഈ ഡ്രോപ്ലേറ്റർ സഞ്ചരിക്കും. അപ്പം നമുക്ക് പെട്ടെന്ന് സ്ഥിരീകരിക്കാൻ ഇടയുണ്ട്. അതുപോലെ ഇത് സ്വീറ്റ് വിയർപ്പിലൂടെ വരാം. അതുപോലെ തന്നെ മൂത്രത്തിലൂടെയും പകരാം. അതുപോലെ തന്നെ നമ്മളുടെ തൊലിയിൽ വിയർപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഈ രോഗം പകരാനിടയാക്കും. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വവ്വാലിൻ്റെ ആവാസ കേന്ദ്രങ്ങളിൽ പോകരുത്. അതുപോലെ പനി, തലവേദന, തലകറക്കം, ബോധക്ഷയം, ചുമ, വയറുവേദന, കാഴ്ചമങ്ങൽ ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ സമീപിക്കുക. അപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാണ്ടിക്കാട് 3 കിലോമീറ്റർ ചുറ്റളവിലാണ് നിയന്ത്രണം. അതുപോലെ തന്നെ നമ്മളെ ജില്ലകളിലെല്ലാം ചിലയിടങ്ങളിൽ ആനക്കയം പഞ്ചായത്തിലും നിയന്ത്രണമുണ്ട്. പിന്നെ അതുപോലെ ചടങ്ങുകളിൽ വളരെ കുറച്ച് ആളുകൾ പങ്കെടുക്കാവൂ. മദ്രസകളും ട്യൂഷൻ സെന്ററുകളും പ്രവർത്തിക്കരുത് എന്നിങ്ങനെ നിയന്ത്രണങ്ങളാണ്. കടകൾ രാവിലെ 10 മുതൽ 5 വരെ മാത്രമാണ്. അത് ഈ ഒരു ജില്ലകളിൽ മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഒരു നിയന്ത്രണത്തിലൂടെ സേഫായിട്ടിരിക്കുക.